ശരിക്കും പറഞ്ഞാലേ 2024 ഡിസംബറിൽ അവസാനം ആഷിഖ് അബു തിയേറ്ററുകളെല്ലാം തൂക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ദ റൈഫിൾ ക്ലബ്ബ്. തിയേറ്ററുകളിൽ ശരിക്കും ഒരു വെടി പൂരമായിരുന്നു ഈ ഒരു റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന പടം. കിണ്ണം പടം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ തരിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത്. അതായത് നമ്മൾ കുറെ ലോജിക്കൊന്നും ഇതിനകത്ത് അന്വേഷിച്ച് പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. അങ്ങനത്തെ ഒരു സിനിമയേ അല്ല. ഇത് അങ്ങനത്തെ ഒരു ജോണറിൽ വരുന്ന ഒരു പടയേ അല്ല. പക്ഷേ ഭയങ്കര രസായിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർവെൽ പഞ്ചില് ഇടവേള എന്നൊരു സിനിമയിൽ എഴുതി കാണിക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ കൈയടിച്ചിട്ട് തിയേറ്ററിൽ നിന്ന് നമ്മള് എന്താ മൂത്രമൊഴിക്കാനൊക്കെ പോകുമല്ലോ, അല്ലെങ്കിൽ ചായ കുടിക്കാനൊക്കെ പോകുന്ന ആൾക്കാർ കൈയടിച്ചിട്ട് പോകുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. കാരണം ഈ 2024 ഇറങ്ങിയിട്ടുള്ള സിനിമകളിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ മാത്രമല്ല പെട്ടെന്ന് തന്നെ ഈ ഇന്റർവൽ പഞ്ച് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അധിക സമയമൊന്നും പടമില്ല. പെട്ടെന്ന് തന്നെ ക്ലൈമാക്സ് ആവുന്നുണ്ട്. അപ്പോ നമ്മള് 3 മണിക്കൂർ, 3.5 മണിക്കൂറൊക്കെ സീറ്റിലിരുന്ന് ഊരവേദന ആവുന്ന പ്രശ്നം ഈ ഒരു പടത്തിന് വരുംന്ന് തോന്നുന്നില്ല. എന്നാ അജ്ജാതി പടമാണ്. അങ്ങനെ കുറെ സ്ലോ മോഷൻ ഇട്ട് കളിക്കുകയും കുറെ മറ്റേ ഈ ഇമോഷണൽ ഡയലോഗോ ഇമോഷണൽ ഡ്രാമയോ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ടപ്പ 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 ടപ്പേ എന്ന് പറഞ്ഞ് തീരുന്ന ഒരു പടം. അപ്പോ ഈ പടം എന്ന് പറയുന്നത് ശരിക്ക് ഇപ്പോഴല്ല സംഭവിക്കുന്നത്. ഒരു 10-25 വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. അപ്പോ അന്നത്തെ വണ്ടി, അന്നത്തെ ഒരു പശ്ചാത്തലം, അന്ന് ഉപയോഗിച്ചിരുന്നപ്പോ ഇതിനകത്ത് അറിയാം റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങള് നമ്മുടെ ടീസറിലും ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ വെടിവെക്കുന്ന സീൻ. അതൊക്കെ തന്നെയാണ് ഈ ഒരു പടത്തിനകത്ത് ഉള്ളതും. അപ്പൊ അന്ന് ഉപയോഗിച്ചിരുന്ന തോക്കുകൾ പക്ഷെ മോഡേൺ മെഷീൻ ഗണ്ണൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ കഥ തുടങ്ങി അവസാനിക്കുന്നത് വരെ നമ്മളങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ് ഈ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പടം ഒരിക്കലും OTT റിലീസായിട്ട് കാണാമെന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം ഈ പടം കൃത്യമായിട്ടും ഒരു ഒരു എന്താ പറയാ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു പടം. അതിന് കാരണം ഇതിനകത്തുള്ള വിഷ്വൽസ്, ഇതിനകത്തുള്ള എന്താ പറയാ ആക്ഷൻ സീനുകൾ, അതേപോലെ തന്നെ മ്യൂസിക്കും. റെക്സ് വിജയന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ കിണ്ണം മ്യൂസിക് ആണ്. കാരണം അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചെവിയിൽ അതിങ്ങനെ അതിന്റെ ഒരു ഒരു ബ്യൂട്ടിയിൽ നമുക്ക് തന്നെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഒരു സറൗണ്ട് സിസ്റ്റത്തിൽ ഇരുന്ന് തന്നെ നമ്മളത് കേൾക്കണം. അപ്പോഴാണ് അതിന്റെ ഒരു രസം നമുക്ക് മനസ്സിലാവുക. ഈ എന്താ പറയാ നമ്മുടെ ഈ അനിരുദ്ധൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ചെയ്യുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സുഷിൻ ശ്യാം ഒക്കെ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സാധനം, അതിനെ കവച്ച് വെക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പണിയാണ് പുള്ളി ഈ ഒരു പടത്തിൽ എടുത്തു വെച്ചേക്കുന്ന കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു 2018-20 നീലവെളിച്ചൊക്കെ പുള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. സുഡാനി ഫ്രം നൈജീരിയ ഒക്കെ ചെയ്തിട്ടുള്ളത് പുള്ളിയാണ്. പക്ഷെ പുള്ളിയുടെ ഒരു പൊട്ടൻഷ്യൽ കാണിക്കുന്ന ഒരു പടമാണ് ഇത്. കാരണം ഈ പടത്തിനെ എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഈ ഈ പടത്തിനെ നമ്മളങ്ങനെ ഇരുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിലെ മ്യൂസിക് തന്നെയാണ്. അത് എടുത്ത് പറയേണ്ട ഒരു സാധനം തന്നെയാണ്. കാരണം വെച്ചാൽ സീന് സ്ക്രീനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ ബൂസ്റ്റ് ചെയ്ത് അതിനെ എലവേറ്റ് ചെയ്ത് വേറെ റേഞ്ചിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ സിനിമയിലകത്ത് സ്കോർ വന്നേക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് പാട്ടുകളും കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ രതിപുഷ്പം എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിനോട് ഏകദേശമൊക്കെ ഒരു സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ് ഈ ഒരു പടത്തിനകത്ത്. ആദ്യമേ ഒരു ഒരു പാട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ അതിനകത്തുള്ള ഡാൻസ് കാണാനും നല്ല രസമുണ്ട്, അതിന്റെ മ്യൂസിക്കും നല്ല രസമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കുറെ പെട്ടക്കണ്ട മ്യൂസിക് അങ്ങനെയൊന്നുമല്ല. നീഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് ത്രൂ ഔട്ട് ഇതിനകത്ത് സ്കോർ പോകുന്നുണ്ട്. നല്ല രസത്തിൽ നല്ല കിണ്ണ ബീറ്റിൽ സ്കോർ ഇതിനകത്ത് പോകുന്നുണ്ട്. പക്ഷെ അത് അതിന് ആവശ്യമുള്ള സമയത്താണ് അത് ഒന്ന് കയറി വരുന്നത് എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല ഈ ഒരു പടത്തിന്റെ ക്ലൈമാക്സും തന്നെ കിണ്ണം ക്ലൈമാക്സ് ആണ്. അതിന്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സാധാരണ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഇമോഷനും സാറ്റിസ്ഫാക്ഷനും എല്ലാം കൂടെ കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെയാണല്ലോ ചെയ്യാറ്. അതായത് ഇപ്പൊ പണി എന്ന് പറയുന്ന ഒരു സിനിമക്കകത്ത് അവന് ആ ഒരു ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ പേടി തോന്നുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അല്ലെ. അപ്പോൾ അതിന് മുന്നേ അത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് അതിന്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയൊന്നുമല്ല. കുറെ ഇമോഷനും കുറെ ഡ്രാമയൊക്കെ കയറ്റിയിട്ട് അങ്ങനെയൊന്നും അല്ല ക്ലൈമാക്സ് വരുന്നത്. ക്ലൈമാക്സ് അതേ ചെയ്യുന്നത് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ടൈപ്പ് സാധനം ഉണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് ഈ പടത്തിന്റെ ക്ലൈമാക്സ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ആ ലാസ്റ്റത്തെ സീനൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എന്താ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ആ ഒരു ഒരു പിക്ചർ ഉണ്ടല്ലോ നമ്മുടെ യേശുവിന്റെ,
അതിനോട് അതേപോലെ തന്നെ, അതായത് ആ വില്ലന് അവസാനത്തെ ഒരു 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 സപ്പർ കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പടം അവസാനിച്ചേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പടത്തിനകത്തുള്ള ഒരു മേജർ ഇതായിട്ട് എനിക്ക് തോന്നിയത്, ഒരു പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് നമ്മുടെ ദർശനയുണ്ട്, വാണി വിശ്വനാഥ് ഉണ്ട്, അതേപോലെ തന്നെ സുരഭി ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളും പിന്നെ ബാക്കി മെയിൽ ക്യാരക്ടേഴ്സ് നമ്മുടെ ട്രെയിലറിലൊക്കെ കാണുന്ന അവരുണ്ട്. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു ആഷിക കപൂറിന്റെ സിനിമ എപ്പോഴും ഒരു ഒരു എന്താ പറയാ, സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ, സ്ത്രീകൾക്ക് ഒരു സ്പേസ് കൊടുക്കുന്ന രീതിയിൽ കാണാറുണ്ട്. പക്ഷേ ഇതിനകത്ത് സ്പേസ് കൊടുക്കാനായിട്ട് അങ്ങ് കയറ്റി വെച്ച പോലെയുള്ള ഒരു ഫീല് നമുക്ക് ഈ പടത്തിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ബോഗെയിൻ വില്ലിനകത്ത് നമ്മുടെ ശ്രദ്ധ പറയുന്നത് ഇവനൊക്കെ എത്രയേ ഉള്ളൂ എന്നൊക്കെയുള്ള ഡയലോഗ് ഒക്കെ വെച്ചിട്ട് അത് നമുക്കൊരു ആ സമയത്ത് അത് ആ സമയത്ത് അത് വേണോ? ഭർത്താവ് അപ്പുറത്ത് മരിച്ചു കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം പറയാൻ പറ്റുമോ? ഇത്രയും ഇതായിട്ട് നിൽക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് ലോജിക്കൽ സാധനങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ കൂടെ, പക്ഷെ അതൊരു ഒരു സുഖം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ അതിനകത്ത് കാണാം. പക്ഷെ ഇതിനകത്ത് അങ്ങനെയൊന്നുമല്ല. ഇതിനകത്ത് ഇൻഡിവിജ്വൽ സ്പേസ് അല്ലെങ്കിൽ ഈക്വാലിറ്റി എങ്ങനെയാണ് റെപ്രസെന്റേഷനിൽ ഈക്വാലിറ്റി വരുന്നത്, ആ കഥക്കുള്ളിൽ കൂടെ, ഉള്ളിലാണെങ്കിൽ കൂടെ എങ്ങനെ അത് വരുന്നത് എന്നുള്ളത് ഈ സിനിമക്കകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈല്, ആ ഒരു കാലഘട്ടത്തിലെ കുറച്ചൊരു പോസ്റ്റ് ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു. അത് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ആഗ്രഹിച്ചു ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ എന്നുള്ള ലെവലില്. പിന്നെ അഫ്കോഴ്സ് ദിലീഷ് പോത്തനുണ്ട്, വിജയരാഘവൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനകത്ത് നല്ല രസമുള്ള ഒരു ഡയലോഗ് ഉണ്ട്. വിജയരാഘവന്റെ കാല് വെടിയിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയ്യോ ദേ ചോര എന്ന് പറയുന്ന സമയത്ത്, പന്നി കുത്തിച്ചത്ത കാലിന് എന്ത് വെടി, അതിന്റെ ഉണ്ട വേസ്റ്റ് ആയി എന്ന് പറയുന്ന രീതി. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഡയലോഗ്സും അതേപോലെ തന്നെ ഡബിൾ മീനിങ്ങിൽ ഒരുപാട് കോമഡി ഈ ഒരു പടത്തിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ കോക്കിന്റെ ഒക്കെ വീഡിയോ കണ്ട സമയത്ത് ഈ ഡബിൾ മീനിങ് അല്ലെങ്കിൽ മമ്മൂട്ടിനെ കുറിച്ച് പറയുന്ന, മൃഗീയനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ പുള്ളി വിമർശിക്കുന്നുണ്ടായിരുന്നു. അത് എന്തിനാ അങ്ങനെ പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ഒരു സിനിമ കണ്ട സമയത്ത് അത് അങ്ങനെ പറയേണ്ടതായിട്ടുള്ള ഒരു സാധനം ഇതിനകത്തുള്ളതുപോലെ എനിക്ക് തോന്നിയില്ലായിരുന്നു. കാരണം റൈഫിൾ ക്ലബിലേക്ക് ആ ഒരു സ്പേസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഒരു എത്തണം എന്നുണ്ടെങ്കിൽ ഒരു റീസൺ വേണ്ടി വരുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇട്ട പോലെ തന്നെയാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത്. പിന്നെ ഡബിൾ മീനിങ്ങിലുള്ള കോമഡിയൊക്കെ ആൾക്കാർ നന്നായിട്ട് ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോയ തിയേറ്ററിൽ കുറച്ച് യങ്സ്റ്റേഴ്സ് തന്നെയായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു ഇതിനകത്തുള്ള കോമഡിയൊക്കെ. ചില കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ അമ്മാമേൻ്റെ ഒരു കോമഡി സീനൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അമ്മാമ പൊളിയാണ് അതിനകത്ത്, ആ ഒരു സീനിനകത്ത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റംസാന്റെ ഒരു 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 ചാടിക്കറങ്ങിയിട്ടുള്ള ഒരു കിക്ക് ഉണ്ട്. അതൊരു കിണ്ണ കിക്കാണ്. അതാണ് അടിപൊളിയായിട്ട് ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ഡാൻസ്, പടം തുടങ്ങുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ ഒരു ഡാൻസ് ഉണ്ട്, നല്ല രസം ഉണ്ടായിരുന്നു. ആ ഒരു ഡാൻസും പിന്നെ ആ ഒരു പാട്ടും അതേപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്തുള്ളത് നമ്മുടെ ഹനുമാൻ കൈൻ്റെ ആണ്. ഹനുമാൻ കൈൻ്റെ ഇതിനകത്ത് എന്താ പറയാ, പുള്ളിയുടെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പുള്ളീൻ്റെ ഒരു എക്സ്പ്രഷനും പുള്ളിയുടെ ഒരു വേ ഓഫ് ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ, അത് വേറെ റേഞ്ചാണ്. എനിക്ക് മലയാളത്തിൽ ഇപ്പം അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് മലയാളത്തിൽ ഇപ്പം അങ്ങനത്തെ ഒരാളില്ല. കാരണം പുള്ളിക്ക് നല്ലൊരു സ്പേസ് ഉണ്ട് മലയാള സിനിമയിൽ. കാരണം പുള്ളിയുടെ ഒരു സ്വാഗും പുള്ളി ഡെലിവർ ചെയ്യുന്നത് നല്ല രസമുണ്ട് ഇതിനകത്ത് കാണാൻ. ഒരുപാട് സമയമൊന്നും പുള്ളി സ്ക്രീനിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടിയ സാധനം കിണ്ണമായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ പുള്ളി പാടിയ പാട്ട് തന്നെയാണ് പുള്ളി ഇറങ്ങി വരുന്ന സമയത്ത് പുള്ളിയുടെ ഒരു സ്കോറായിട്ട് വരുന്നത്. അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് ഈ ടൈപ്പ് ഓഫ് സാധനങ്ങൾ പുള്ളിക്കൊരു സ്പേസ് ഉണ്ട് മലയാള സിനിമയിൽ എന്ന് തോന്നിയായിരുന്നു ഈ ഒരു പടം കണ്ട സമയത്ത്. അപ്പോൾ ഒരു ആകെ മൊത്തത്തിൽ നമുക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സിനിമ. എനിക്ക് തോന്നുന്നു 2 മണിക്കൂറൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു പടം എന്നാണ്, കറക്റ്റ് നോക്കിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് സമയം ഇതിനകത്തില്ല. കാരണം സിനിമ തുടങ്ങി കുറച്ചാണ്ടായപ്പോൾ തന്നെ സമയം ഇന്റർവെല്ലായി. പിന്നെ വേറൊരു റീസൺ കൂടെ ഉണ്ട്, നമുക്ക് ലാഗ് അടിച്ച് ഇങ്ങനെ തല ചൊറിഞ്ഞിരിക്കാനുള്ള ഒരു സമയം ഇതിനകത്തില്ല. എല്ലാം ടപ്പേന്ന് പറഞ്ഞ് സംഭവിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്നു നമുക്ക് അറിയുന്നില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ പടം ക്ലൈമാക്സിലേക്ക് വരികയും ചെയ്തു. അപ്പൊ ഇതിനകത്ത് എനിക്ക് മേജറായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഇമോഷനൊക്കെ കുത്തിക്കയറ്റിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ആ പടം തുടക്കുമ്പോൾ തന്നെ എങ്ങനെയാണോ അതിങ്ങനെ കയറിപ്പോയി അവസാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പടം വന്നിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, റൈഫിൾ ക്ലബ്ബ് കിണ്ണം പടമാണ്. മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്, OTT-യിൽ സിനിമ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പടത്തിന്റെ ഒരു 50% ഇതിന്റെ ഒരു എഫക്ട് നിങ്ങൾ OTT-യിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മിസ്സാവുന്നില്ല. കാരണം അത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു പടം തന്നെയാണ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത്.